ആദ്യമേ പറയട്ടെ, ഈ ശീർഷകം എൻ്റേതല്ല. കാരണം ചിന്താചരിത്രം എന്ന് പറയുന്ന പുസ്തകം പുറത്തു വന്ന സമയത്ത് യുവചരിത്രകാരനായിട്ടുള്ള, ഒരു പക്ഷേ കാലടി യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയും യുവചരിത്രകാരനുമായിട്ടുള്ള OB രൂപേഷ് ഈ പുസ്തകത്തിന് എഴുതിയ റിവ്യൂവിൻ്റെ പേരാണത്. ആ ടൈറ്റിൽ ഞാനിടാൻ കാരണം ഇത് നിങ്ങൾക്കും കൂടി സ്വന്തം ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടേമാണ്. നിങ്ങൾക്കും എഴുതാവുന്ന ഒരു പുസ്തകം ആണ് ഇനി കേരളത്തിൻ്റെ ചിന്താചരിത്രം എന്ന് പറയുന്നത്. അത് ഏതാനും വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ഏതാനും കുറച്ചു നേരത്തെ വിശകലനങ്ങൾ കൊണ്ടോ ചില പുസ്തകങ്ങളുടെ ഉദ്ധരണികൾ കൊണ്ടോ നമുക്ക് വ്യക്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഒരുപക്ഷെ നമ്മുടെ അക്കാദമിക പ്രവർത്തനത്തിലൂടെയോ നമ്മുടെ എഴുത്തിലൂടെയോ ആലോചനയിലൂടെയോ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു പുതിയ ചരിത്രധാരണയാണത്. നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള പലതരം രചനകൾ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സംസ്കാര പഠനത്തിൻ്റെ പുതിയ പാരായണങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പുതിയ വീക്ഷണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന് അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ കാലടി യൂണിവേഴ്സിറ്റിയിൽ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുകയും അത് ഒരുപക്ഷെ അതിനു മുമ്പ് 90കളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ടായതുപോലെ ഒരു ആധുനികാനന്തര സാഹിത്യ സമീപനങ്ങൾ എങ്ങനെയാണോ അക്കാലത്തെ ഗവേഷണത്തിൻ്റെ ദിശ നിർണ്ണയിച്ചത്, അതേപോലെ സംസ്കാര പഠനവും ഇന്ന് ഒരുപക്ഷെ മലയാളത്തിലെ അക്കാദമിക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ധാരാളം നല്ല പഠന ഫലങ്ങൾ അതുണ്ടാക്കിയിട്ടുണ്ട്. ധാരാളം ഏരിയകളിലേക്ക് അത് റിസർച്ചിനെ, ഗവേഷണത്തെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു റിവ്യൂ നടത്തേണ്ട സമയവും അത് കേസ് സ്റ്റഡി ആയിട്ട് തന്നെ നടത്തേണ്ടതുണ്ട് എന്നുള്ളതും അതൊരു പ്രൊജക്റ്റായിട്ട് തന്നെ എത്രമാത്രം മേഖലകളിൽ വന്നിട്ടുണ്ട്, അത് എന്തുമാത്രം കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും പല ഭാഗങ്ങളിൽ നടന്ന ഡിബേറ്റുകളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അതെന്തെല്ലാം കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അവിടെയൊക്കെ ഇനി ഏത് തരത്തിലാണ് അതിനെ നവീകരിച്ചെടുക്കേണ്ടത്. നവീകരിച്ചെടുക്കുക എന്നുള്ളത് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. അനിൽ മാഷ് പറഞ്ഞു നിർത്തിയൊരു കാര്യം തന്നെയാണ്. അത് എപ്പോഴും അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതോട് കൂടിയിട്ട് അത് ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള കാര്യത്തോട് സംസാരിക്കാനുള്ള ശേഷിയുള്ള ഒരു സംഗതിയായിട്ട് മാറും. ചിന്താചരിത്രം പോലത്തെ ഒരു ടോപ്പിക് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ്റെ അകത്ത് മാത്രം നിൽക്കുന്ന ഒരു കാര്യങ്ങളല്ല. നേരത്തെ അഭിലാഷ് മാഷ് പറഞ്ഞതുപോലെ, അഭിലാഷ് മാഷ് സംസാരിക്കുമ്പോൾ ചരിത്രം എന്ന് പറയുന്നത് പഴയതോ കാലത്ത് തളം കെട്ടി നിൽക്കുന്ന ഒരു സാധനമല്ല. വർത്തമാനത്തിലേക്ക് സഞ്ചരിക്കുന്ന ടെസ്റ്റുകളുടെ അനവധിയായ സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ആലോചനകളാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ അന്നത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള സാഹിത്യത്തെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് എഴുതുക, അതായിരുന്നു അക്കാലത്തെ ഏറ്റവും എന്താ പറയുക, അക്കാലത്തെ ബുദ്ധിജീവി നാട്യങ്ങളുടെ ഏറ്റവും നല്ല ഉദാഹരണം. ഏറ്റവും പുതിയ രചനകൾ മാത്രം വായിക്കുക, അതിൽ ചർച്ചയിൽ പങ്കെടുക്കുക. അപ്പോൾ മധ്യകാല സാഹിത്യം, ഈ വെൺമണി സാഹിത്യം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പഴഞ്ചൻ സാധനവും, അത്തരം പുസ്തകങ്ങൾ ഇപ്പോൾ KC കേശവപിള്ളയുടെ സമ്പൂർണ്ണ കൃതികൾ കയ്യിൽ വെച്ച് പോകുന്ന ഒരാൾ അക്കാലത്ത് ഒരു വസ്തുവിനും പറ്റാത്ത ഒരാളുമായിട്ടായിരുന്നു അന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇന്ന് അങ്ങനത്തെ ഒരു ധാരണ നമുക്കില്ല. ഏത് ടെസ്റ്റും നമ്മുടെ വർത്തമാനകാലത്തിലേക്ക് കടന്നു വരുന്ന വഴികൾ പലതാണ്, അതിൻ്റെ ജീവിതം പലതാണ്. അത് പലപ്പോഴും നമ്മൾക്ക് ഇത്തരം ചിന്തകളിലൂടെ കടന്നു പോകുമ്പോഴാണ്. നേരത്തെ പറഞ്ഞ റിച്ചാർഡ് ഫ്രീമാൻ ലീലാതിലകം എന്ന് പറയുന്ന ടെസ്റ്റിനെ വായിക്കുന്ന സമയത്ത് അതോട് കൂടിയിട്ട് നമ്മൾ വെറും ഈ പാട്ടിനെയും മണിപ്രവാളത്തെയും വേർതിരിക്കാൻ എടുക്കുന്ന ഒരു ടെസ്റ്റ് പുതിയ മാനങ്ങൾ കൈവരിക്കുകയും അത് നമ്മുടെ പ്രസ്ഥാന വിഭജനത്തിൻ്റെ അകത്തുള്ള ഒരു ആധാരശിലയായിട്ട് മാറുകയും അത് പിന്നീട് മറ്റ് ചില പുസ്തകങ്ങളെ പ്രവർജിക്കാനുള്ള, ഒഴിവാക്കാനുള്ള ഒരു വലിയ സംഗതിയായിട്ട് മാറുകയും ചെയ്യുന്നു. ഞാനതിലേക്ക് ലാസ്റ്റ് വരാം, മാപ്പിളപ്പാട്ടുകളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയിൽ വരാം. ഇങ്ങനത്തെ പല ആലോചനകൾ കൂടി വന്ന ഒരു സമയത്ത് ഒരുപക്ഷെ 2018 കാലത്ത് അന്ന് എൻ്റെ സഹപ്രവർത്തകനായിരുന്നു നിങ്ങളുടെ അബ്ദുൽ നാസർ മാഷ്. ഞങ്ങൾ 3-4 ആളുകളുള്ള സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ആ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സിലബസിൻ്റെ ഭാഗമായിട്ട് കേരളീയ ചിന്ത എന്ന് പറയുന്ന ഒരു പേപ്പർ പുതിയതായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരുന്നു. ആ പേപ്പർ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ, ആ പേപ്പർ എങ്ങനെയാണ് അതിൻ്റെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ചില പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ചു. ഒന്നാമതായിട്ട് അതൊരു കൂട്ടം ചിന്തകരെ, അല്ലെങ്കിൽ നമ്മുടെ ശങ്കരാചാര്യർ മുതൽ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയിട്ടുള്ള ഒരു പറ്റം സ്വാമിമാരെയോ അല്ലെങ്കിൽ അദ്വൈത ചിന്താ പദ്ധതികൾ കൊണ്ടുവച്ച ആളുകളെയോ ഒക്കെ ക്രമപ്പെടുത്തിയിട്ട് അവരെ എന്താ പറയുക, കേരളത്തിൻ്റെ പ്രദേശത്ത് അടുക്കി നിർത്തിയിട്ട് അവരുടെ ആശയങ്ങളുടെ ഒരു പരിണാമം പറയുന്ന ഒരു സംഗതിയായിട്ട് മാറുകയും ആ കൂട്ടത്തിലേക്ക് കുറച്ച് കേരളീയ ഗണിതമെന്നോ മക്തി തങ്ങളെന്നൊക്കെ ചേർത്തിട്ടുള്ള ഒരു സംഗതിയായിരുന്നു അത്.
അങ്ങനെയുള്ള ഒരു 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 എന്താ പറയുക ആലോചനയിൽ നിന്ന് അങ്ങനെ ഒരു പ്രദേശത്തിന് ചരിത്രം അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ചിന്ത എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ പാശ്ചാത്യ ചിന്ത എന്നോ പൗരസ്ത്യ ചിന്ത എന്നോ വളരെ ബ്രോഡായിട്ട് നമ്മൾ പറയുന്നത് പോലെ ഒരു പ്രദേശത്തിന്, കേരളത്തിന് മാത്രമായിട്ടൊരു ചിന്ത, തമിഴ്നാട്ടിന് മാത്രമായിട്ടൊരു ചിന്ത, ബംഗാളിന് മാത്രമായിട്ടൊരു ചിന്ത സാധ്യമാണോ? എന്താണ് നമ്മൾ ചിന്ത എന്ന് മനസ്സിലാക്കുന്നത്? ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന നിയമങ്ങൾ എന്തെല്ലാം എന്നൊക്കെയുള്ള ആലോചനയുടെ പേരിൽ ആലോചനയായിരുന്നു അത്തരം ഒരു പുസ്തകത്തിൻ്റെ പിറവിയിലേക്ക് നയിച്ചത്. അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, അതാരൊക്കെ അങ്ങനെ ചെയ്യും? പല പല കാര്യങ്ങളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഒരു പുസ്തകമാക്കുന്ന സമയത്ത് നമ്മൾ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. കാരണം ഈ പുസ്തകത്തിലെ എല്ലാ ലേഖനങ്ങളും മികച്ചതാണ് എന്നോ ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു ആത്മാവിഷ്കാരമാണ് എന്നോ വിചാരിക്കരുത്. ഇതെല്ലാം നമ്മൾ നടത്തിയൊരു ശ്രമം മാത്രമാണ്. ഇതിൻ്റെ പോരായ്മകൾ പോലും ഒരു സാധ്യതകളാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് ബാക്കി ഒരു സെമിനാറിൽ നമുക്ക് അനുവദിക്കുന്ന ഫണ്ടിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആളുകൾക്ക് ലിമിറ്റ് ഉണ്ടാകും. നമ്മൾ വിളിക്കുന്ന ആളുകൾ നമുക്ക് പേപ്പറുകൾ തരണമെന്നില്ല. പിന്നെ നമ്മൾ എഴുതാൻ കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ടാവും. അത് നമ്മൾ എത്ര ചെറിയ ആളാണെങ്കിലും ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് അത് തരാൻ ഇല്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കേണ്ടി വരും. പിന്നീട് നമ്മൾ അതിൽ പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെ നോക്കുമ്പോൾ ചിന്താചരിത്രം പറയുമ്പോൾ സ്ത്രീകളില്ലേ എന്നൊരു ചോദ്യം വരുമ്പോൾ അങ്ങനെ ചോദ്യമുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. അങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരുന്നതോട് കൂടിയിട്ട് നമ്മൾ ചില വിഷയങ്ങളെ നിർദ്ദേശിക്കുകയും, ചില വിഷയങ്ങൾ ഇതിലിപ്പം മതസാഹിത്യത്തെക്കുറിച്ച് എഴുതാൻ ഒരാളെയും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ കേരളത്തിലെ ലിബറലിസത്തിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ കേരളത്തിലെ വലതുപക്ഷത്തിൻ്റെ ചരിത്രം, ഇതൊക്കെ കൃത്യമായിട്ട് വേണ്ട. കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രം നമുക്ക് ധാരാളമായിട്ട് കിട്ടാനുണ്ട്. അത് കഴിഞ്ഞ് ഇതിലേക്ക് വരാം. നമുക്കൊരു വലതുപക്ഷത്തിൻ്റെ ചരിത്രം എങ്ങനെയായിരിക്കും കേരളത്തിലെ ഒരു വലതുപക്ഷം ഒരു മോഡേൺ പീരീഡിലോ ഒരു വലതുപക്ഷം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടാവുക, അതിനെ എങ്ങനെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം എന്നൊക്കെയുള്ള ആലോചനകൾ മുന്നോട്ട് വെച്ചപ്പോൾ അത് വർക്ക് ചെയ്യാൻ അതിന് കുറച്ചധികം സമയം ആവശ്യമുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യാൻ തയ്യാറായ ആളുകൾ വന്നില്ല. അങ്ങനെ വിട്ടുപോയ സംഗതികളാണ്. റീജിയനെ കുറിച്ചുള്ള ചർച്ച അത് പലപ്പോഴും ഈ പുസ്തകത്തിലൊരു അടിയടരായി വർത്തിക്കുന്ന ഒരാശയമാണ്. എന്താ കേരളം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇതിൻ്റെ ഒക്കെ അകത്തുണ്ടല്ലോ. അത് നമ്മൾ ഒരു പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മലയാള സാഹിത്യത്തിൽ ഗവേഷണം നടത്തുന്ന ആളുകൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സൈദ്ധാന്തിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിനെ ക്രിട്ടിക്കലായിട്ട് എങ്ങനെ വായിക്കാം എന്നുള്ള ആലോചനയുടെ കൂടി വെളിച്ചത്തിലാണ്. എൻ്റെ ചില തോന്നലുകളും അങ്ങനത്തെ ചെറിയ ചില ചിന്തകളും മാത്രമാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. കാരണം ഒരു പേപ്പർ എഴുതാനുള്ള ഒരു സാവകാശം ഇല്ലാത്തൊരു സമയമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കോളേജ് അടയ്ക്കാൻ നേരത്തെ 2-3 ഇൻറ്റേണലുകൾ, അതിൻ്റെ പേപ്പറുകൾ, ഈ തരത്തിൽ ഇത് മിക്കവാറും അവസാനിച്ചു പോകുന്ന ഒരു ലോകമായിട്ട് മാറുന്നുണ്ട്. അക്കാദമിക് പ്രവർത്തനങ്ങളോ അത്തരം സംഗതികളോ പ്രിപ്പറേഷനോ കുട്ടികൾക്ക് നന്നായി ക്ലാസ് എടുക്കുക ഒന്നും ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. നമ്മളെവിടെയെങ്കിലും ഇരുന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യുക, ഇന്ന കാര്യങ്ങൾ സമയത്ത് ചെയ്തു കൊടുക്കുക എന്നുള്ളതിലുപരി ഞാൻ കുറച്ചു നേരം പ്രിപ്പയർ ചെയ്തിട്ട് കുട്ടികളുടെ പോകുക എന്നുള്ളത് ഇന്ന് ആരും ആശാസ്യമായൊരു സംഗതിയായിട്ട് കരുതുന്നേ ഇല്ല. അങ്ങനത്തെ അധ്യാപകരെ കുട്ടികൾക്ക് വേണ്ടതാണ്. കുട്ടികളും നമ്മളെന്തിനാണ് അവരെ ഇങ്ങനെ മെനക്കെടുത്തുന്നത്? ഞാനിങ്ങനെ കുട്ടികളായതുകൊണ്ട് പറയുന്നതാണ്. മെനക്കെടുത്തുന്നത് ഞങ്ങൾക്ക് പിന്നെ വാട്സപ്പിൽ നോട്ട്സ് വരുന്നുണ്ട്, ഞങ്ങൾക്ക് റീൽസിൽ നോവലിൻ്റെ ചുരുക്കം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര പ്രതിസന്ധിയാണ്. ഇതും കേരളീയ ചിന്ത തന്നെയാണ്. ഇങ്ങനെയാണ് ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്തിട്ട് പോകുക എന്നുള്ളത്. നോക്കുക, വളരെയധികം ഊർജ്ജസ്വലമായിട്ട് ഇന്ന് കേരളത്തിൽ പണിയെടുക്കുന്ന ഒരു സുനിൽ മാഷാണ്. ഇപ്പോൾ മാഷ് ഒരു അവധൂതൻ്റെ അവസ്ഥയിലാണ് ക്ലാസ് മുറിയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രത്യേകിച്ച് വലിയ ചിന്തകളൊന്നും അവിടെ കൊണ്ടു നടക്കേണ്ട കാര്യമോ ഒന്നുമില്ല. പക്ഷെ ഞാനതിനെ വളരെ എന്താ പറയുക മോശം കാര്യമായിട്ട് കാണുന്നില്ല. ചിലപ്പോൾ അവരുടെ പ്രതികരണത്തിൻ്റെയോ പഠനത്തിൻ്റെയോ ഒക്കെ രീതി ഇങ്ങനെയൊക്കെ ആയിരിക്കും മാറുന്നത്. ഒരു 10-50 വർഷം കഴിയുമ്പോൾ നമ്മളിപ്പോൾ നമ്മളെ പഴയ കാലത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി നവോത്ഥാനം, സാമൂഹ്യ പരിഷ്കരണം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡിക്ലൈൻ്റെയോ ഒക്കെ ഒരു കാലമായിട്ട് പിന്നീട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ഒരു പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷാ പഠനത്തിൻ്റെ ഒരു തരത്തിലുള്ള ലീനിയർ തകർന്നു പോകുന്നതിൻ്റെ ഒരു ഘട്ടമായിട്ടൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ചരിത്ര സന്ദർഭവും കൂടി ആയിരിക്കാം ഇത്. അത് പോകട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്താണ് കേരളം, നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന മലയാള സാഹിത്യം എന്ന് പറയുന്നത് മുഴുവൻ, അല്ലെങ്കിൽ അതിനെ സമീപിക്കുവാൻ നമ്മളെടുത്ത ധാരണകൾ മുഴുവൻ ചിലപ്പോൾ അഴിച്ചു പണിയേണ്ടി വരും. ഓരോ ഉദാഹരണങ്ങൾ എടുത്താൽ പോലും നമുക്കത് പറയാൻ പറ്റും. ഞാനൊരു ചെറിയ എക്സാമ്പിളാണ്. നാരായണ ഗുരുവിനെ കുറിച്ച് ധാരാളം നമ്മൾ എഴുതുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഒരു സിലോൺ യാത്ര കഴിഞ്ഞിട്ട് നാരായണ ഗുരു തിരിച്ചു വരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ശ്രീലങ്കയിൽ
ഒരു മഠമൊക്കെ സ്ഥാപിച്ചിട്ട് അവിടെ അവധൂത പ്രവർത്തനം നടത്താനാണ് തീരുമാനിക്കുന്നത്. ഇത് ജീവചരിത്രത്തിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും നാരായണ ഗുരു ഇങ്ങനെ നിർമ്മമനായിട്ട്? നമ്മളാണെങ്കിൽ കേരളത്തിൻ്റെ ആധുനികത, കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണം, കേരളത്തെ നയിച്ച നവോത്ഥാന ഗുരു എന്ന് പറയുന്ന ആ മനുഷ്യന് കേരളത്തോട് പ്രത്യേകിച്ചൊരു വൈകാരിക ബന്ധവും ഇല്ലായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുന്ന ഒരു മുഹൂർത്തത്തെ നമ്മുടെ ജീവചരിത്രം എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? അല്ലെങ്കിൽ എന്താ പറയുക, ചട്ടമ്പി സ്വാമികളെ പോലെയുള്ള ആളുകൾ പ്രവർത്തിച്ച ഒരു ആശയമണ്ഡലം എങ്ങനെയാണ് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ, നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാത്ത തരത്തിൽ മറ്റു പ്രദേശങ്ങളിലെ മതപരിവർത്തന ശ്രമങ്ങളെ കേരളത്തിലെ ശൂദ്രാധികാരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത്? അതിൻ്റെ ഒരു ഇൻ്റർ കണക്ഷൻ എന്താണ് എന്നുള്ള ആലോചന. അതുമല്ലെങ്കിൽ ഈ അടുത്ത വായിച്ച മമ്പുറം ഫസൽ പൂക്കോയ തങ്ങളുടെ നാടുകടത്തലിനെ പറ്റി, ഒരുപക്ഷെ നിർബന്ധിത സാഹചര്യത്തിൽ നാടുകടത്തപ്പെട്ട പൂക്കോയത്തങ്ങളെ പിന്നെ നമ്മൾ കാണുന്നത് ഒമാൻ്റെ ഗവർണറായിട്ടാണ്. എങ്ങനെയാണ് കേരളത്തിൽ അതുവരെ മലപ്പുറത്ത് ഇത്രയധികം ആധ്യാത്മിക നേതാക്കന്മാർക്ക് പ്രചോദനം കൊടുത്ത ഒരാൾ വളരെ പെട്ടെന്നൊരു നാട് കടത്തുന്ന സന്ദർഭത്തിൽ ഒമാനിലെ ജനങ്ങളുടെ ആളായിട്ടും അവിടുത്തെ ആധ്യാത്മിക നേതാക്കളായിട്ടും മാറുന്നത്? ദേശം, റീജിയൻ എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക? അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന എല്ലാ വ്യവഹാരങ്ങളുടെ പിറകിൽ നിൽക്കുന്ന കേരളം എന്ന് പറയുന്ന ദേശം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ചിന്തയ്ക്ക് അങ്ങനെ ഒരു ദേശമുണ്ടോ എന്നുള്ളൊരു ആലോചന. നമ്മളെല്ലാം കേരളത്തെ മുൻനിർത്തണം. കേരളത്തിൻ്റെ മോഡേണിറ്റി, കേരളത്തിൻ്റെ വികസനം, കേരള മോഡൽ എന്നൊക്കെ പറയുന്ന കേരളത്തെ നമ്മൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? 2 ഉദാഹരണങ്ങൾ കൂടി പറയാം. പൽപ്പു അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ അടയാളപ്പെടുത്തുന്ന ഒരു കേരളമുണ്ട്. അതിനെക്കുറിച്ച് ഉദയകുമാർ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ജാതി വ്യവസ്ഥയുടെ ബേസ് ചെയ്തിട്ടുള്ളൊരു കേരളത്തിൻ്റെ മാപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനത് വായിക്കാം. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെ പൽപ്പുവിൻ്റെ കത്തുകളും അദ്ദേഹം കൊടുത്ത നിവേദനങ്ങളും മുൻനിർത്തിയിട്ടുള്ള പഠനത്തിൽ ഉദയകുമാർ ചൂണ്ടിക്കാണിക്കുന്നതാണ്. പൽപ്പുവിൻ്റെ കാഴ്ചയിൽ കടലുകൾക്കപ്പുറം പരന്നു കിടക്കുന്ന ഒരു ബുദ്ധിസ്റ്റ് സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു പ്രാചീന കേരളം. പൽപ്പു കേരളത്തെ കണക്ട് ചെയ്യുന്നത് പ്രാചീന ബുദ്ധമത കേന്ദ്രവുമായിട്ടും തിബത്തുമായിട്ടും അവിടുന്ന് സന്യാസിമാർ വന്നും പോയി ഇരിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ്. അവിടെ തിബറ്റും ചൈനയുമായി അതിന് ബന്ധമുണ്ടായിരുന്നു. ഇത് ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും പറ്റിയുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കേസരിയെ നമ്മുടെ സാഹിത്യ പഠനങ്ങളുടെ മണ്ഡലത്തിൽ അംഗീകരിക്കുമ്പോഴും കേസരിയുടെ ചരിത്ര പഠനങ്ങളിൽ നമ്മൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം അത് ചരിത്രത്തിൻ്റെ മെത്തഡോളജി ഉപയോഗിച്ചിട്ട് പഠിച്ച ഒരു പഠനമൊന്നുമല്ല. പക്ഷേ കേസരിയുടെ ചരിത്ര പഠനത്തിൻ്റെ സാങ്കേതിക സംഗതികൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളൊരു തോട്ടുണ്ടല്ലോ, ഒരു ചിന്തയുണ്ടല്ലോ. അതിൽ കേരളം എന്ന് പറയുന്നത് അറേബ്യയിലാണ്. കുറേ സ്ഥലത്ത് കൂടെ കടന്നു വരുന്ന, ഒരുപക്ഷെ പരശുരാമനോ മഹാബലിയൊക്കെ അറേബ്യയിൽ നിന്ന് കടന്നു വരുന്ന എത്രയോ കേരളങ്ങളിൽ ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കും ആളുകൾക്ക് ഭാവന ചെയ്യാൻ പറ്റുന്നത്? ദേശം അവിടെ ഒരു പ്രധാന ഘടകമല്ല. ഇനി ഞാൻ തന്നെ വേറൊരു ലേഖനത്തിൽ കാര്യമായിട്ട് പഠിച്ച ഒരാൾ മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരൻ കേരളത്തിലെ ആദ്യകാലത്തെ കഥാകൃത്താണ്, നോവലിസ്റ്റാണ്. അദ്ദേഹം 12 പത്രങ്ങൾ നടത്തിയിരുന്നു. പലതിൻ്റെയും കോപ്പികൾ നമ്മൾക്കില്ല. അതൊക്കെ സർവകലാശാലകളോ മലയാള സർവകലാശാലകളോ സാഹിത്യ അക്കാദമികളോ ഒക്കെയാണ് അതിനെയൊക്കെ സൂക്ഷിക്കേണ്ടതും അത്തരം വലിയ പദ്ധതികൾ ഉണ്ടാക്കേണ്ടത്. അതൊക്കെ വലിയ വിലപ്പെട്ട രേഖകളാണ്. എന്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പോർട്സിനെ കുറിച്ച് എഴുതപ്പെട്ടത് ആ പത്രത്തിലായിരുന്നു അത്രേ. അദ്ദേഹത്തിൻ്റെ മകള് കല്യാണം കഴിച്ച് ബർമയിലേക്ക് പോയപ്പം പിന്നെ എവിടുന്ന് ഉപേക്ഷിച്ച് ബർമയിൽ പോയി താമസിച്ച് ബർമയിൽ പത്രം നടത്തി. ഇതെങ്ങനെയാണ് സാധിക്കാൻ പറ്റുക? നാരായണ ഗുരുവിനെ കുറിച്ച് BK ബാലകൃഷ്ണൻ എഴുതുന്ന ജീവചരിത്രത്തിൽ അദ്ദേഹം 3 ദിവസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്തും നിൽക്കാറില്ലായിരുന്നു. അങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ എന്താ പറയുക, കായൽ പട്ടണത്തിലും ത്വരീക്കത്ത് പ്രസ്ഥാനവും ഒക്കെ ആവുന്നതും അങ്ങനെ സഞ്ചരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നാരായണ ഗുരുവിൻ്റെ ചിന്തയുടെ അകത്ത് പ്രവർത്തിച്ച സിദ്ധപാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് ഉദയകുമാറിൻ്റെയൊക്കെ ലേഖനങ്ങൾ കിട്ടാണ്ട്. പക്ഷേ ത്വരീക്കത്ത് പ്രസ്ഥാനവുമായിട്ട് നാരായണ ഗുരുവിനുള്ള ബന്ധം. അപ്പോൾ ഇങ്ങനെ ആശയങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഒരു റീജിയൻ്റെ അകത്ത് തളച്ചിടുക എന്നുള്ള ഒരു ചിന്ത വളരെ പ്രധാനമാണ്. ഇത് കേരളത്തെ പ്രോബ്ലമാറ്റൈസ് ചെയ്യുന്നത്. നമ്മൾ കേരളം എന്ന് പറയുന്ന ഈ ഒരുപക്ഷെ ഭാഷാ ദേശീയതയുടെ അകത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്ഥലപരമായിട്ടുള്ള ഈ സങ്കുചിതത്തെ മറികടക്കേണ്ടതുണ്ട് എന്നും ചിന്തയ്ക്ക് അങ്ങനെ പ്രാദേശികമായ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല എന്നും ലോകത്ത് എല്ലായിടത്തും ഒരേ സമയത്ത് ഉള്ള ചിന്തകൾ സഞ്ചരിക്കുന്നുണ്ട് എന്നും ഒക്കെയുള്ള ഒരു ആലോചനയാണ് ഇന്ന് ഏറ്റവും
പ്രസക്തമായിരിക്കുന്നത്. അത് ഈ പല പുസ്തകങ്ങളായിട്ട് പല ആൾക്കാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് നേരത്തെ അഭിലാഷ് മാഷ് പറഞ്ഞ വേൽച്ചേരി നാരായണ റാവുവിൻ്റെയും ഡേവിഡ് ഷൂൾമാൻ്റെയും അതേപോലെ സഞ്ജയ് സുബ്രഹ്മണ്യത്തിൻ്റെയൊക്കെ ടെസ്റ്റ് ആൻഡ് ട്രഡീഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ടെസ്റ്റുകളുടെ സഞ്ചാരങ്ങളെക്കുറിച്ച്, രാജകീയ പാട്രണേജിൻ്റെ അകത്തുള്ള ടെസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുത്തച്ഛൻ്റെ എത്ര ജീവചരിത്രങ്ങളുണ്ട്, പക്ഷേ എഴുത്തച്ഛൻ ഈ പുസ്തകം ആന്ധ്രയിൽ നിന്ന് കിട്ടിയെന്നല്ലാണ്ട് ആ എഴുത്തച്ഛൻ എന്തിന് ആന്ധ്രയിൽ പോയി, എങ്ങനെ ആന്ധ്രയിൽ എത്തി, അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചിരുത്തുമ്പോൾ ആ സഞ്ചാരങ്ങളുണ്ടല്ലോ, ആളുകൾ ഇങ്ങനെ കോർട്ടിലേക്കും വിജ്ഞാനത്തിലേക്കും ഒരിടത്തും ഇരിക്കാതെ നടത്തിയ യാത്രകൾ. ഇനി തോമാ കത്തനാരെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ത്രീ വേസ് ഓഫ് ഏലിയൻ എന്ന് പറയുന്ന സഞ്ജയ് സുബ്രഹ്മണ്യത്തിൻ്റെ പുസ്തകമുണ്ട്. അപ്പം അതിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് യാത്രികൻ്റെ സെൽഫ് എന്തായിരിക്കും, യാത്രികൻ ഏതൊരു ദേശത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, പുറപ്പെട്ടു പോകുന്ന ദേശത്തോടോ എത്തിച്ചേരുന്ന ദേശത്തോടോ പ്രത്യേകിച്ച് ബന്ധമില്ലാത്ത ഒരാളായിരിക്കും ഒരു യാത്രികൻ, അല്ലേ? ഇബ്നു ബത്തൂത്ത കോഴിക്കോട് വന്ന് താമസിക്കുകയും 12ഓളം വിവാഹം കഴിക്കുകയും അതിലൊക്കെ ധാരാളം മക്കളുണ്ടാവുകയും അവരൊന്നും മടങ്ങിപ്പോകാതിരിക്കുകയും അവരൊക്കെ നമ്മളൊക്കെ മാറുകയും ചെയ്യുന്ന ഒരു വലിയ സംഗതിയും കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഈ പ്രാദേശികമായിട്ടുള്ള സങ്കുചിതവാദങ്ങളൊക്കെ എത്രമാത്രം പ്രശ്നമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പം ഇങ്ങനെയുള്ള കുറേ ആലോചനകളിൽ നിന്നാണ് ആ പുസ്തകത്തിലെ പല ലേഖനങ്ങളും വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള പുസ്തകങ്ങളുടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് കേരളത്തിൻ്റെ ഈ വലതുപക്ഷത്തെക്കുറിച്ച്, നേരത്തെ പറഞ്ഞ വലതുപക്ഷത്തെക്കുറിച്ചുള്ള ചരിത്രം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ വലതുപക്ഷത്തിൻ്റെ ചരിത്രം പറയുന്ന ഇത് ചെതറിയിട്ടാണ് മാഷെ ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഒരു വലിയ പ്രബന്ധൻ്റെ അടുത്തുണ്ട്, അത് അവതരിപ്പിക്കേണ്ട, ഇത് അവതരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഇന്നലെയും ഞാൻ ഇരുന്നിട്ട് ബ്രീഫ് ചെയ്തതാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കയ്യിൽ സാധനം വേണം. അപ്പം മാത്രമല്ല എൻ്റെ പ്രമാണങ്ങളില്ലേ, ഈ സാധനങ്ങൾ നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ ഈ വലതുപക്ഷത്തെക്കുറിച്ചുള്ള ആലോചനകൾ പലപ്പോഴും ഇന്ത്യയിൽ നമ്മൾ ക്രിസ്റ്റോഫ് ജെഫ്രിലോട്ടോ അല്ലെങ്കിൽ ജ്യോതിർമയ ശർമ്മ അങ്ങനെ തുടങ്ങിയ ആളുകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. കാരണം അവരാകെ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ, നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ ഇന്ത്യയിലെ റൈറ്റ് വിങ് പൊളിറ്റിക്സിനെ ചോദിച്ചു വന്ന RSS അല്ലെങ്കിൽ കോൺഗ്രസ് എന്നൊക്കെയാണ് പറയുക. കോൺഗ്രസിനൊക്കെയാണ് അവർ പിന്നെ വലതുപക്ഷമായിട്ട് പറയുന്നത്. നമ്മൾ ഇപ്പം സുനിൽ മാഷ് ഇവിടെ ഇരിക്കുകയാണല്ലോ, സുനിൽ മാഷ് പോലും വലതുപക്ഷത്തെക്കുറിച്ചുള്ള ആക്രമണങ്ങളിൽ പ്രധാനമായിട്ടും സംഘപരിവാറിൻ്റെ ഫോർമേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥലം മാഷക്ക് പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാഷ് അത് ഒരു ഉറപ്പുള്ള സ്ഥലമായിട്ട് നിൽക്കുകയാണ്. എൻ്റെ ഒരു സംശയം, ഈ നവോത്ഥാനം എന്ന് പറയുന്ന ആ സങ്കീർണമായ പ്രക്രിയകൾക്കകത്ത് വളരെ അഫോർമസ് ആയിട്ട് വളരെ ദ്രവരൂപത്തിൽ ഇന്ത്യയിലെ വലതുപക്ഷം ഉണ്ടായിരുന്നുവെന്നും അത് ഇവിടെ മാത്രമല്ല എന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ സമയത്ത് കൺസർവേറ്റീവായിട്ടുള്ള ഐഡിയകൾ ഉണ്ടായിരുന്നുവെന്നും നമുക്കിന്ന് തെളിവുകൾ കിട്ടുന്നുണ്ട്. അത് നമുക്ക് പലപ്പോഴും മതപരിഷ്കരണപരമായോ മത പുനരുദ്ധാനവാദമായോ അന്ന് നമുക്കത് വിവേകോദയം എന്നുള്ളൊരു പേരൊക്കെ ആയിട്ടായിരിക്കും മനസ്സിലാവുക. വിവേകാനന്ദനെ കുറിച്ചുള്ള വെറുതെയുള്ള ഒരു പ്രോവർബ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വിവേകാനന്ദനെ സർവാത്മന സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ ഒരു ആലോചനയുടെ തുടക്കത്തിൽ ആശാനെക്കുറിച്ച് അന്യോന്യത്തിൽ ഞാനൊരു ദീർഘമായ ലേഖനം എഴുതിയിരുന്നു, ആശാൻ കവിതകളുടെ വലതുപക്ഷ ആശയലോകത്തെക്കുറിച്ച്. അത് പിന്നെ അതും അതിനെ തുടർന്ന് AR രാജരാജവർമ്മ അദ്ദേഹത്തിൻ്റെ ഭാഷാ ജാഗരണ ശ്രമങ്ങളിലൂടെ എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ്റെ രൂപത്തിലേക്ക് കേരളത്തിൻ്റെ ഒരു തരത്തിലുള്ള പിന്തിരിപ്പൻ നിലപാട് സ്വീകരിച്ചത് എന്നും പിന്നീട് അക്കിത്തത്തിൻ്റെ, അത് റഫീഖ് മാഷിന് വേണ്ടിയിട്ട് അക്കിത്തത്തിൻ്റെ കവിതകളെക്കുറിച്ച് ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഉപമകൾ എന്ന് പറഞ്ഞ് നമ്മൾ വളരെ ആഘോഷിക്കുന്ന ഈ വെളിച്ചം ദുഃഖമാനുണ്ണി തമസബുൽ അല്ലോ സുഖപ്രദം എന്നൊക്കെ പറയുന്നതിൻ്റെ പിറകിൽ ഞാൻ EV രാമകൃഷ്ണൻ മാഷ് ഒരു പഴയ കോട്ടിങ് എടുത്തിട്ടാണ്. കാരണം മാഷ വീട്ടിൽ വെളിച്ചം വന്ന ഒരു സമയമുണ്ടല്ലോ, ഇലക്ട്രിക് ലൈറ്റ് കിട്ടിയിട്ട് പുസ്തകം വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ കവിത എഴുതി വരുന്നതിൻ്റെ ഒരു പ്രയാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലേഖനം തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഇമേജുകൾ ഇതൊക്കെ ചേർത്തിട്ട് ഇതിന് കിട്ടുന്ന ഭയങ്കരമായിട്ടുള്ള ആരാധനയുണ്ടല്ലോ. ഒരു പക്ഷേ ഇടതുപക്ഷ വൃന്ദത്തിൻ്റെ അകത്ത് പോലും അക്കിത്തം കവിതകൾ കിട്ടുന്ന സ്വീകാര്യതകളെക്കുറിച്ചുള്ള പഠനം ഒക്കെ ആയിട്ട് ഈ എൻ്റെ മണ്ഡലം സാഹിത്യമാണ്. കാരണം എനിക്ക് ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള എന്താ പറയുക പരിശീലനമില്ല. നമ്മൾക്ക് ചരിത്രത്തിൽ പരിശീലനം ഇല്ലാത്തതുകൊണ്ട് ചരിത്രകാരന്മാർ പറയുമ്പോൾ കേട്ടിരിക്കുകയും നമ്മുടെ സാഹിത്യ ടെസ്റ്റുകളിലേക്ക് സൂക്ഷ്മതയോടെ പോകുക എന്നുള്ളതുമാണ് എൻ്റെ ഒരു വഴി. അതുകൊണ്ട് ഇങ്ങനെ ഈ പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന 3 കാര്യങ്ങളും പിന്നീട് ജോസഫ് മുണ്ടശ്ശേരിയും ചേർത്തിട്ട് കേരളത്തിലെ സാഹിത്യത്തിലെ വലതുപക്ഷത്തെക്കുറിച്ചുള്ളൊരു പുസ്തകം ഏകദേശം അടുത്ത വർഷം വരുമെന്നുള്ള ഒരു ശ്രമത്തിലും കൂടിയാണ് ഞാൻ നടക്കുന്നത്. അതും കൂടിയാണ് ഈ കാര്യം പറഞ്ഞതിൻ്റെ അർത്ഥം. ഇങ്ങനെ
ഇങ്ങനെയുള്ള കുറേ ആശയങ്ങൾ, വലതുപക്ഷത്തിൻ്റെ ചരിത്രം, ഒരുപക്ഷെ വളരെ ലിബറൽ എന്ന് പറയുന്ന അക്കാലത്തെ പത്രങ്ങളിൽ ആൾക്കാർ എഴുതിക്കൊണ്ടിരിക്കുന്ന ലേഖനങ്ങൾ മുതൽ ഇന്നത്തെ സിവിൽ സൊസൈറ്റി സമൂഹം വരെ വളരെ വ്യാപകമായി നിൽക്കുന്ന കേരളത്തിലെ സ്വതന്ത്രം എന്ന നിലപാടുള്ള വലതുപക്ഷത്തെ തിരിച്ചറിയുന്നതിൽ നമ്മൾക്ക് ഇടതുപക്ഷത്തിന് എത്രമാത്രം സങ്കേതങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പരിമിതിയും കൂടി നമ്മൾ ആത്മവിമർശനപരമായിട്ട് നോക്കേണ്ടതുണ്ടെന്നും കൂടിയാണ് ഭാഗികമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നീട് ഞാൻ നേരത്തെ നാരായണ ഗുരുവിനെക്കുറിച്ചും നാരായണ ഗുരുവിനെക്കുറിച്ചും ചട്ടമ്പി സ്വാമികളെക്കുറിച്ചും ഒക്കെ പറയുന്ന പോലെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അക്കാലത്ത് വന്ന ഒരാൾ അയ്യങ്കാളിയാണല്ലോ. അയ്യങ്കാളി ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ അയ്യങ്കാളി അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന ഒരാളല്ലല്ലോ. പക്ഷെ അയ്യങ്കാളിയാണ് പിന്നീട് കേരളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് രൂപങ്ങളെയും ഭാവന ചെയ്യുകയും പൗരത്വത്തെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചുമുള്ള ആധുനിക, ഒരുപക്ഷെ കേരള മോഡേണിറ്റി എന്ന് പിൽക്കാലത്ത് വികസിപ്പിക്കുന്ന ധാരണകളുടെ മുഴുവൻ എന്താ പറയുക ആശയം കൊടുത്തത് അയ്യങ്കാളിയാണ്. അപ്പോൾ ഇങ്ങനത്തെ അയ്യങ്കാളിയെ നമ്മൾ എങ്ങനെ പഠിക്കും? ഇപ്പം ഞാൻ AR വെങ്കിടാചലപതിയുടെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻ ഇന്ത്യയിൽ ഫ്രഞ്ച് റവല്യൂഷൻ വഹിച്ച പങ്കിനെക്കുറിച്ചാണ്. ഫ്രഞ്ച് റവല്യൂഷൻ അവിടെ മാത്രമല്ല, ആ സമയത്ത് ഇന്ത്യയിലെ പല സമൂഹങ്ങളുടെ അകത്തും സഞ്ചരിച്ച വഴികളെക്കുറിച്ച് സഹോദരൻ അയ്യപ്പനല്ല, അയ്യങ്കാളി ധാരാളം സഞ്ചരിക്കുകയും ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത ആളാണെന്ന് നമുക്കറിയാം. അയ്യങ്കാളിയുടെ ഉള്ളിലേക്ക് ഈ സമത്വ പൗരത്വ ബോധം വന്നതിൻ്റെ വഴികൾ ഒക്കെ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് ഒരു ചിന്താ ചരിത്രത്തിൻ്റെയോ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററിയുടെ ഭാഗമായി കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് നമ്മുടെ ജീവചരിത്ര സങ്കേതങ്ങളോ വ്യക്തികളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ മെത്തേഡ്സോ ഒക്കെ മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി മാർക്സിസത്തെക്കുറിച്ചൊരു കമൻറ്റും കൂടി പറഞ്ഞു പോകാം. കേരളത്തിലെ മാർക്സിസത്തെക്കുറിച്ച് നമ്മൾക്ക് എന്ത് പഠനങ്ങളാണുള്ളത്? കേരളത്തിൽ ഒരുപക്ഷെ 1930 മുതൽ ഒരുപക്ഷെ ഏഷ്യൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പ്രയോഗങ്ങളുടെ ചരിത്രം മുതൽ കേരളത്തിലെ NE ബാലരാമനെ പോലെയും K ദാമോദരനെ പോലുള്ള ആളുകൾ മാർക്സിസത്തെ സ്വീകരിച്ചത്, അതേപോലെ TK രാമചന്ദ്രനെ പോലെയും A സോമനെ പോലെയുള്ള ആളുകൾ മാർക്സിസത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ച് വേറൊരു കാലത്തെടുത്തത്, അല്ലെങ്കിൽ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ കാലത്തെ മാർക്സിസം. ഇനി ഇതൊന്നുമല്ല, മാർക്സിസം എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര സങ്കല്പം കൂടിയാണ്. അത് സർവ്വരാജ്യ തൊഴിലാളികളെയും സർവ്വരാജ്യത്തിൻ്റെയും വിമോചനം ആഗ്രഹിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു ദേശീയതയുടെ വ്യവഹാരത്തിൻ്റെ അകത്ത് സെറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകൾ കേരളത്തിൽ കാര്യമായി നടക്കാത്ത അത്തരം ആലോചനകളാണ്. ഒരുപക്ഷെ നാഷൻ്റെ അകത്ത് തന്നെയാണ് കേരളത്തിലെ മാർക്സിസവും സെറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ള ചിന്ത. ഇതൊക്കെ നമ്മൾ വികസിപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു. ആ രീതിയിലേക്ക് ഒന്നും വന്നിട്ടില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ നാടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെൻ്ററി ജനാധിപത്യ പ്രക്രിയ നടത്തുന്ന ഒരു സ്ഥലമാണ്. കമ്മ്യൂണിസം, കൽക്കട്ട തീസിസ്, ഒരുപാട് തരം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പ്രയോഗങ്ങളൊക്കെ കേരളത്തിൽ പ്രയോഗിക്കപ്പെട്ടതിൻ്റെ ചരിത്രങ്ങളൊക്കെ തന്നെ സാമാന്യമായി വിവരണങ്ങളല്ലാതെ ഇതിൻ്റെ അകത്ത് പ്രയോഗിച്ച അല്ലെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ അകത്ത് ഡിബേറ്റിൽ ആകപ്പെട്ട ചിന്തകളോ അതിൻ്റെ സംഘർഷങ്ങളോ ഒന്നും തന്നെ ഇതുവരെ കടന്നു വന്നിട്ടില്ല. അങ്ങനെ ഈ ഇവൻറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, സംഭവങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, പ്രത്യയശാസ്ത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചരിത്രത്തിൽ നിന്ന് മാറിയിട്ട് ഇതിൻ്റെ ചിന്ത എന്താണ്, ആഗോളതലത്തിൽ തന്നെ ചിന്തകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരേ സ്ഥലത്ത് ഒരേ കാലത്ത് അല്ലെങ്കിൽ ഒരേ കാലത്ത് വ്യത്യസ്ത സ്ഥലപരമായി വ്യത്യസ്തതയുള്ള ആളുകളുടെ ചിന്ത എങ്ങനെയായിരിക്കുമെന്നുള്ള ആലോചനയിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ എല്ലാ തരത്തിലുള്ള കെട്ടുകളും അഴിയുകയും നമ്മൾ വല്ലാത്ത ഒരു പക്ഷേ അവസാനം പറയാൻ വിചാരിക്കും ഒരു സമുദ്രത്തിൽ എന്ന പോലെ നമ്മളിങ്ങനെ ഒഴുകി നടക്കുകയും ചെയ്യും. അത് ആ പ്രതലത്തിൽ നിന്നാണ് നമുക്ക് മുഹമ്മദ് ഗൂറിയയുടെ പഠനം കിട്ടുന്നത്. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക് ലോ എങ്ങനെയാണ് അതിൽ സർക്കുലേറ്റ് ചെയ്ത് വരുന്നത്, പണം എന്ന് പറയുന്ന ഒരു സംഗതി എങ്ങനെയാണ് 18-ാം നൂറ്റാണ്ടിൽ പ്രയോഗത്തിൽ വരുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തെക്കുറിച്ചുള്ള അഭിലാഷ് മലയിലിൻ്റെ പാഠം വരുന്നത്, ഓലയും മട്ടലും പെറുക്കി വിറ്റിട്ട് ആളുകൾ പണം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പിറകെ എങ്ങനെയാണ് പോയത് എന്നും മറ്റ് ബന്ധങ്ങൾക്കുപരി പണം എങ്ങനെ പരികല്പനാപരമായി കേരളത്തിൽ പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള ചരിത്രം വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ധാരാളമായിട്ടുള്ള ആശയങ്ങളുടെ ഒരു തുറസ് നമുക്ക് ചിന്താചരിത്രം എന്ന് പറയുന്ന ഒരു പ്രമേയത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കിട്ടും. ഞാൻ ഈ ലിറ്ററേച്ചറിൻ്റെ അകത്തുനിന്ന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അത് നേരത്തെ പറഞ്ഞ പടപ്പാട്ട്, മൊഹീദ്ദീൻ മാല, മാപ്പിളപ്പാട്ട്, ഒരു പക്ഷേ നമ്മൾ ഫോക്ക് ലിറ്ററേച്ചറിൻ്റെ ഭാഗമായി പഠിക്കുന്നതിനെ കുറിച്ച് നടന്ന ചില ചർച്ചകളുണ്ടല്ലോ. അതിലെപ്പോഴും നമ്മൾ പലപ്പോഴും മാപ്പിളപ്പാട്ടുകൾ, പ്രത്യേകിച്ച് മലയാളത്തിലെ മാപ്പിള സാഹിത്യമായി ഈ വിശദീകരിക്കപ്പെടുന്ന പടപ്പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു മെറ്റാ ഫ്രെയിമിൽ എപ്പോഴും മലബാർ കലാപം ഉണ്ടാകും.
മലബാർ കലാപത്തെ മുൻനിർത്തിയിട്ട് നമ്മളത് വിശദീകരിക്കാൻ ശ്രമിക്കുക. അതിനെ അധിനിവേശ വിരുദ്ധ പാരമ്പര്യമായിട്ട് നമ്മൾ കണ്ണി ചേർക്കും. 16-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങുന്ന ഒരു ഒരു ആൻറ്റിസിപ്പേറ്ററി മോഡേണിറ്റി 21-ാം നൂറ്റാണ്ടിൽ അവസാനിക്കുന്ന ഒരു സങ്കല്പ രേഖ നമ്മൾ നരക്കും. അങ്ങനത്തെ ഒരു മോഡേണിറ്റിയിലേക്ക് വളർന്നു പോകുന്ന ഒരു വ്യവഹാരമായിട്ട് നമ്മൾ അതിനെ കാണും. പക്ഷെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സൗത്ത് ഏഷ്യയിലെ ജ്ഞാനവ്യവസ്ഥകളെ പരിശോധിച്ച പൊള്ളോക്ക് ഒക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഈ സമയത്ത് ഷെൽഡൻ പൊള്ളോക്കിൻ്റെ വിഖ്യാതമായ പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട്. കൊളോണിയലിസമാണ് ഈ ട്രഡീഷനെ തകർത്തത് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഇതിന് മാറ്റം വരുത്തിയത് എന്ന് പറയുകയാണെങ്കിൽ, കൊളോണിയലിസത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ജ്ഞാനവ്യവസ്ഥ എന്തായിരുന്നു എന്നുള്ള ചോദ്യം, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പം കൊളോണിയലിസം കൈവച്ചത് എവിടെയാണ്? ഇതിൻ്റെ ചരിത്രം എവിടെയാണ്? അറബി മലയാളത്തിൻ്റെ ടെക്സ്റ്റൽ കൾച്ചറിനെ നമ്മൾ എവിടെ പറിക്കും, എവിടെ നിന്ന് പഠിക്കും? ആ അർത്ഥത്തിൽ നമ്മുടെ അറബി മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയുടെ അകത്ത് നടക്കുന്ന ചിന്താ പാരമ്പര്യത്തെ എങ്ങനെ മനസ്സിലാക്കും? അതിന് ലോക്കൽ മുസ്ലിം എന്നോ ആധുനികതയിലേക്ക് പോകുന്ന മുസ്ലിമിൻ്റെ ചിന്ത എന്നോ, അല്ലെങ്കിൽ ഒരു പക്ഷേ പി ഗോവിന്ദപിള്ളയുടെ ഭാഷാ ചരിത്രത്തിൽ അതിൻ്റെ അതറായിട്ടുള്ള, അതിൻ്റെ സെൽഫ് അതറായിട്ട് നമ്മൾ പറയുന്ന ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും സാഹിത്യമെന്ന് അതിൻ്റെ സെൻസ് ഓഫ് അതറായിട്ട് ചില കാര്യങ്ങളെ നമ്മൾ സങ്കല്പിക്കൽ ഉദയകുമാറിൻ്റെ നിരീക്ഷണമാണ്. അതിൻ്റെ സെൻസ് ഓഫ് അതർ എന്ന് പറയുന്നത് ഈ രണ്ട് മതവിഭാഗങ്ങളുടെ സാഹിത്യമാണ്. പിന്നീട് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ റിച്ചാർഡ് ഫ്രീമാൻ പറയുന്നത് പോലത്തെ പാട്ടും മണിപ്രവാളവുമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, രണ്ട് ജോൺറകളെ കുറിച്ചുള്ള ചിന്തകൾ, ആ ചിന്തകളുടെ അകത്ത് പാട്ടും മണിപ്രവാളവുമായിട്ട് സാഹിത്യത്തിൻ്റെ പ്രസ്ഥാന ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മാപ്പിളപ്പാട്ടിനെ എവിടെ പ്ലേസ് ചെയ്യും? മാപ്പിളപ്പാട്ടിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്നുകിൽ ഫോക്ലോറിൻ്റെ ഒരു രൂപം ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മളതിനെ ഒരു പ്രാദേശിക വേർഷനായിട്ട് മാത്രം കാണുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ അത് മലയാളത്തിലെ ശുദ്ധ മലയാളത്തിൻ്റെ പ്യൂരിറ്റി ഇല്ലാത്ത ഒരു സംഗതികളാണെന്നൊക്കെ വരും. ഇങ്ങനെ മലയാളത്തിലെ ലിറ്റററിസ്റ്റുകളൊക്കെ നമ്മൾ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള റീഡിങ്ങിന് വിധേയമാക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഡിജിനിറ്റി, നമ്മുടെ തദ്ദേശീയത, നമ്മുടെ കമ്മ്യൂണിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രശ്നത്തിലാകും. മണിപ്രവാളത്തെയും പാട്ടിനെയും പോലെ തന്നെ പഠിക്കാൻ പറ്റും, നമ്മളെ ലോക്കൽ കൾച്ചറിലേക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല മാപ്പിളപ്പാട്ട് എന്നും, ഈ അറബി മലയാളം എന്നും, അറബി മലയാളം പോലെ അറബി തമിഴുണ്ട് എന്നും, ലോകത്ത് അങ്ങനെ 60ഓളം പ്രാക്ടീസ് ഉണ്ട് എന്നും, ആഫ്രിക്കയിൽ ഇപ്പോഴും അത് ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നും, അത് സെൻട്രൽ ഏഷ്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെയുള്ള പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടുത്തെ ലോക്കലി പ്രാദേശികമായി വികസിച്ച് വന്ന ഒരു വിജ്ഞാന സാഹിത്യ വ്യവഹാരത്തിൻ്റെ അകത്തേക്കല്ല, അന്തർദേശീയമായ വലിയ ഒരുപക്ഷെ ഇന്ത്യൻ ഓഷ്യൻ മഹാസമുദ്രങ്ങളിലൂടെ കടന്നു വരുന്ന തീരങ്ങളിൽ അതിൻ്റെ പല സോണുകളിൽ നിന്നുള്ള വലിയ ഒരു ജ്ഞാനവ്യവസ്ഥയുടെ ഭാഗമായിട്ട് മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകളൊക്കെ കടന്നു വരുമ്പോൾ, ആ കടന്നു വരുന്നതിന് നമ്മൾ ആകെ ചെയ്യുക ഈ വൃത്തത്തിന് കാകളിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പിടിച്ചു കിട്ടും. ഇപ്പം നിങ്ങൾ ഈ എന്തൊക്കെ വിമർശനമെങ്കിലും ഡാബ്സിയുടെ പാട്ട് കേൾക്കുമ്പോൾ അയാൾ ഉണ്ടാക്കുന്ന ആ ശബ്ദങ്ങൾക്ക് വേറെ എവിടെയൊക്കെയോ കേട്ട ശബ്ദങ്ങളുടെ ഒരു ഛായ കാണാൻ പറ്റും. അത് ചിലപ്പോൾ അമേരിക്കൻ റാപ്പ് മ്യൂസിക്കിലായിരിക്കാം. എങ്ങനെയാണ് സഞ്ചരിക്കുക? അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ, കാഫുമല കണ്ട പൂങ്കാറ്റ്. ഞാൻ കാഫുമല കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല, പക്ഷേ ആ വാക്കും ആ കവിതയും ഒന്നോട് കൂട്ടിയത് നമ്മുടെ വൊക്കാബുലറിയുടെ ഭാഗമാകുന്നു, ഫിലോളജിക്കലി നമ്മുടെ ഭാഷയുടെ ഭാഗമാകുന്നു. ഇങ്ങനെ ഭാവനകൾ ആശാൻ ചിന്താവിഷ്ടയായ സീത എഴുതുന്ന സമയത്ത് എവിടെയോ ബംഗാളിൽ വരച്ച ഒരു ചിത്രം കാണുന്നു. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ആളുകളുടെ ഭാവന എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ ആളുകൾക്കും വ്യത്യസ്ത കാര്യങ്ങൾ എത്ര വേണമെങ്കിലും ആലോചിച്ച് കൂട്ടാൻ, സഞ്ചരിച്ച് കൂട്ടാൻ കഴിയുന്ന ശേഷിയെ മുഴുവൻ ഉൾവഹിക്കുന്നതാണ് സാഹിത്യം എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ, നമ്മൾ ഏതാനും കീവേഡ്സ് ഉപയോഗിച്ചിട്ട് അതിനെ വെട്ടി മുറിച്ച് മനസ്സിലാക്കാൻ നടത്തുന്നത് അഭിലാഷ് മാഷ് പറഞ്ഞ പോലെ ആ ടെക്സ്റ്റിനെ സൂക്ഷ്മമായി വായിക്കാൻ നമുക്ക് മടിയുള്ളത് കൊണ്ടാണ്. ടെക്സ്റ്റുകളുടെ മുമ്പിലേക്ക് നിരായുധനായിട്ട് പോവുക. എല്ലാ ആയുധങ്ങളും അവിടെ നിന്നോട്ടെ. നിങ്ങൾ ഫൂക്കോ വായിച്ചിട്ടുണ്ട്, പോസ്റ്റ് മോഡേൺ തിയറികൾ വായിച്ചിട്ടുണ്ട്, അതേപോലെ ചിലപ്പോൾ ചില സങ്കല്പങ്ങൾ ആവശ്യമുണ്ടാകും. പക്ഷേ ആ കൃതിയാണ് ആത്യന്തികമായിട്ട് അതിൻ്റെ ബലം. അതിൻ്റെ എല്ലാ തുറസ്സുകളിലും അത് സംസാരിക്കട്ടെ. രാജശ്രീ ടീച്ചറുടെ ഒരു നോവലിനെ കുറിച്ചൊരു ലേഖനം കൂടി ഞാൻ എഴുതുന്നുണ്ട്. ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇത് ഒരു ആത്മപുളകം ആയിപ്പോകുന്നുള്ളതുകൊണ്ടാണ് എഴുതി ഒരു ഘട്ടം എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതൊന്നും അല്ലാണ്ട് ആ കൃതി വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിൽ പശുക്കൾ സംസാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും? അതിൽ നായ്ക്കൾ വർത്തമാനം പറയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ബ്രീഡ് ചെയ്ത പട്ടികളും തെരുവ് പട്ടികളും തമ്മിൽ ഭയങ്കര സംവാദമുണ്ട്. ദാക്ഷായണിയും പശുവും തമ്മിൽ സംവാദമുണ്ട്. ഇതിനെ നോവലിൻ്റെ എന്ത് ടൂൾസ് വെച്ച്, വ്യക്തിനാണ് നമുക്ക് ആകെ ഒരു ആശ്രയമുള്ളത്, ഒക്കെ എടുത്തു വെച്ചിട്ടും
വ്യക്തി അത് പറഞ്ഞിട്ടില്ല. അപ്പം ഇവിടെയൊക്കെ നമ്മൾ അതിനെ സിദ്ധാന്തവൽക്കരിക്കാൻ നടക്കണം. ഞാൻ ഈ കുറച്ചൊക്കെ ഈ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുന്നതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ വേച്ചേരി നാരായണ റാവു ആവട്ടെ, സഞ്ജയ് സുബ്രഹ്മണ്യം ആകട്ടെ, അല്ലെങ്കിൽ ഡേവിഡ് ഷൂൾമാൻ ആവട്ടെ, അവരൊക്കെ ടെസ്റ്റ് വ്യവഹാരത്തെ നേരിട്ട് കണ്ട് അതിൻ്റെ അകത്തുനിന്ന് സിദ്ധാന്ത രൂപീകരണം നടത്തുകയാണ്. ഭക്തി എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു കീവേഡായിട്ട് വരും. ഭക്തി നമുക്ക് ഭയങ്കര മോശമായി തോന്നുമെങ്കിലും ഭക്തിയുടെ കാലത്ത് ഭക്തി അനുഭവിക്കുന്ന ശബരിമലയ്ക്ക് പോകുന്ന സീസണിൽ പിന്നെ ആ ഭക്തിഗാനം കേൾക്കുന്ന അയ്യപ്പനത് പുളക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഹർഷത്തെ നമ്മളെങ്ങനെയാണ് നമ്മുടെ ലിറ്ററേച്ചറിൻ്റെ മാനദണ്ഡം കൊണ്ടത് പ്രീ മോഡേൺ ആണ് എന്ന് പറയുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അത് അനുഭൂതിയുടെ ചരിത്രം, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ പ്ലഷറിൻ്റെയും നമ്മുടെ ആഗ്രഹങ്ങളുടെയൊക്കെ ഒരു ചരിത്രം എഴുതുന്ന സമയത്താണ് നമ്മൾക്ക് വിചാരിക്കാത്ത പൊട്ടൻഷ്യൽ ഒരു കൃതിക്ക് ഉണ്ടാവുക. അത് നമ്മളെ പഠനം കഴിഞ്ഞിട്ടും ബാക്കി ഉണ്ടാകും. നമ്മളെ പഠനം ചിലപ്പോൾ അതോടെ അവസാനിച്ചു പോകും. അങ്ങനെ നിൽക്കുന്ന ടെസ്റ്റുകളെ നമ്മൾ പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ, ഈ അറബി സാഹിത്യത്തെക്കുറിച്ചുള്ള പഠനത്തിൽ പിന്നീട് അറബ് കോസ്മോപോളിസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് പൊതുവെ ആളുകാർ, ഇപ്പോൾ ഫിറിയ ഗംലിയേലോ സീമാ ലവി എന്നൊക്കെ പറയുന്ന ആളുകളും ധാരാളം, ഞാൻ എൻ്റെ മേഖലയല്ല, ഞാൻ ആനുഷംഗികമായിട്ട് പോവുകയാണ് ആ പഠനങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷെൽഡൻ പൊള്ളോക്കിൻ്റെ സാൻസ്ക്രിറ്റ് കോസ്മോപോളിസ് എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണ്. കാരണം ഒരുപക്ഷെ 12-ാം നൂറ്റാണ്ടിന് ശേഷം എങ്ങനെയാണ് ഒരു സാൻസ്ക്രിറ്റ് വെർണാകുലറൈസേഷൻ നടന്നത്, സഞ്ചാരം കുറഞ്ഞ ഒരു ഭാഷയിലേക്ക് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ജ്ഞാനാധികാരമുള്ള ഒരു ഭാഷയിലെ സംഗതികൾ കടന്നു വരുന്നത്. എഴുത്തച്ഛനെ പോലെയുള്ള ആളുകൾ, കണ്ണശ്ശനെ പോലെയുള്ള ആളുകൾ അവരുടെ ഒരു പക്ഷേ അവർക്ക് സംസ്കൃതത്തിൽ എഴുതാമായിരുന്നിട്ടും ആ ഒരു സാധ്യത ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ചോയ്സ് തിരഞ്ഞെടുക്കുകയാണ്. ഒരു റിസ്കി ചോയ്സാണ്, ഞാൻ ഇതിൽ എഴുതുമെന്നുള്ളത്. അതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ ഒരു സാൻസ്ക്രിറ്റ് കോസ്മോപോളിസ് ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്ത്, ഒരുപക്ഷെ ഇന്തോനേഷ്യയിലേക്കോ ബർമയിലേക്കോ ചൈനയിലേക്കോ ഒക്കെ വ്യാപിച്ചിരുന്ന വിജയമാഷ പണ്ടത്തെ ഒരു ലേഖനമുണ്ട്. പിന്നീട് ഒരു ട്രേസ് ചെയ്തിട്ട് വിജയമാഷക്കൊന്നും അടിക്കുറിപ്പില്ലാത്തതുകൊണ്ട് അത് എവിടെ നിന്ന് എടുത്താൽ നമുക്ക് പറയാൻ പറ്റില്ല. രസസിദ്ധാന്തം ചൈനയിൽ നിന്ന് വന്നാന്ന് പറയുന്നത്, ഭാരതീയ രസസിദ്ധാന്തം, ഈ നാട്യശാസ്ത്ര സിദ്ധാന്തം. ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. നമ്മളുണ്ടാക്കുന്ന ചിന്തകളൊക്കെ തന്നെ ഗ്ലോബലി ഒരു വ്യവസ്ഥയുടെ അകത്താണ്. അപ്പം ഇനി അതിൻ്റെ തിയറി പാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇമ്മാനുവൽ വല്ലർസ്റ്റീൻ എന്ന് പറയുന്ന സിസ്റ്റം തിയറിയോ, അല്ലെങ്കിൽ ലോങ് ഡുറേ പോലെയുള്ള സങ്കല്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഫെർഡിനാൻഡ് ബ്രൂഗൽ അല്ലേ, ബ്രോദൽ, അത്തരം ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രത്തിൽ ഒരു പക്ഷേ നമ്മൾ മുഖ്യധാരാ ചരിത്ര രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു പക്ഷേ ദേശീയവാദമെന്നോ ഇമ്പീരിയലിസ്റ്റിക് എന്നോ അല്ലെങ്കിൽ എന്താ പറയുക അത്തരം രീതിയിൽ സബാൾട്ടൺ എന്നൊക്കെ പറയാവുന്ന രീതിശാസ്ത്ര പദ്ധതികൾ അല്ലാതെ തന്നെ ചരിത്രത്തിനൊരു ലീനേജ് ഉണ്ട് എന്നും അത് ഗ്ലോബലി ആയിട്ടുള്ള ഒരു തോട്ട് സിസ്റ്റത്തിൻ്റെ ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണെന്നും സിദ്ധാന്തിക്കുന്ന ഒരുപാട് സൈദ്ധാന്തികരുണ്ട്. ആ സൈദ്ധാന്തികരുടെ അന്വേഷണങ്ങളുടെ ഒരു തുടർച്ചയിൽ നമ്മുടെ തിയറിയിൽ ചില ചേഞ്ചുകൾ വേണം എന്നുള്ള ആലോചന ഇന്നുണ്ടായിട്ടുണ്ട്. അത്തരം പഠനങ്ങൾക്ക് നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു പുസ്തകം ദിലീപ് മേനോൻ്റെ ചേഞ്ചിങ് തിയറി കൺസെപ്റ്റ് ഫ്രം ദി ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന പുസ്തകമാണ്. എങ്ങനെയാണ് നമുക്ക് ദക്ഷിണാർദ്ധഗോളത്തെ മുൻനിർത്തിയിട്ട് സംസാരിക്കാൻ പറ്റുക. നമ്മളിതുവരെ വെസ്റ്റേണിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ സംസാരിക്കാറുള്ളത്. നമ്മുടെ പ്രാദേശിക ജീവിതത്തിൻ്റെ, നമ്മുടെ അനുഭവത്തിൻ്റെ പലമകളെ സാംശീകരിക്കാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ വേണ്ടി നമ്മുടെ വെസ്റ്റേൺ തിയറിയെ കൂട്ടുപിടിക്കുന്നു. ആ വെസ്റ്റേൺ തിയറിയെ കൂട്ടുപിടിക്കുമ്പോൾ എപ്പോഴും വെസ്റ്റേണിൻ്റെ അധികാരം പോകുന്നില്ല, നമ്മുടെ ആ കീഴായ്മ അതേപോലെ നിലനിൽക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് നമ്മൾക്കിനി പാശ്ചാത്യ ഇതരമായിട്ടുള്ള, അത് ഒരുപക്ഷെ മൂന്നാം ലോകം എന്ന് പറയുന്ന പോലെ ഒന്നാം ലോകത്തിന് പകരം മൂന്നാം ലോകത്ത് ഉറച്ചു നിന്നിട്ട് വീണ്ടും ഒരു നേഷൻ്റെ അകത്തു നിന്നുള്ള ഒരു പ്രതിരോധം, ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലല്ല നമ്മുടെ സിദ്ധാന്തങ്ങളെ അഴിച്ചു പണിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ദിലീപ് ഭാഗം വിവർത്തനം ചെയ്തത് ഞാൻ വായിച്ചിട്ട് ഞാൻ നിർത്താം. ഗ്ലോബൽ സൗത്ത് എന്ന ആശയത്തെ അദ്ദേഹം വിശദീകരിക്കുന്നത് ദക്ഷിണാർദ്ധഗോളം എന്നത് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, കരീബിയൻ എന്ന മട്ടിൽ കേവലം ഭൂമിശാസ്ത്ര സമുച്ചയമായി സങ്കല്പിക്കുന്നത് മതിയാവില്ല. അപകോളനീകരണത്തിൻ്റെ അപരനാമമായിട്ട് എടുക്കുന്നത് അപര്യാപ്തമാണ്. രാഷ്ട്രീയമായും സാമ്പത്തികമായും ജ്ഞാനസിദ്ധാന്തപരമായും തുടർന്നുകൊണ്ടിരിക്കുന്ന അധിനിവേശ ബന്ധങ്ങളെന്ന തിരിച്ചറിവാണ് ഇവിടെ യോജിക്കുക. അങ്ങനെ വരുമ്പോൾ അത്തരം സ്ഥലങ്ങൾ ജ്ഞാനോൽപാദനം നടക്കുന്ന ഇടങ്ങളായി കൂടി മനസ്സിലാക്കപ്പെടും. കഴിഞ്ഞ 3 നൂറ്റാണ്ടുകളായി അധീശത്വം നേടിയ യൂറോ അമേരിക്കൻ ജ്ഞാനപരിധിക്കുള്ളിൽ ഒതുങ്ങുന്ന സൈദ്ധാന്തിക താല്പര്യത്തിൽ നിന്ന് പുറത്തു കടക്കാനും ഇത് സഹായിക്കും. പാശ്ചാത്യ സിദ്ധാന്ത പരിധിക്കുള്ളിൽ കുടുങ്ങിയ പോസ്റ്റ് കൊളോണിയൽ അധിനിവേശാനന്തര ചിന്തയെ നിർദ്ദയമായി വിമർശന വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. അനുഭവം ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും, സിദ്ധാന്തം പാശ്ചാത്യ ലോകത്തിൽ നിന്നും, അനുഭവം സബാൾട്ടണിൽ നിന്നും, സിദ്ധാന്തം ഭദ്രലോകിൽ നിന്നും. ഈ വ്യത്യാസത്തെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്.
പുതുക്കി എന്ന നില ജ്ഞാനമണ്ഡലത്തെ പുതുക്കി പണിയുന്നതിന് പര്യാപ്തമല്ല. സബാൾട്ടേൺ സ്റ്റഡീസ് അതുപോലെ ഒരു പദ്ധതിയായിരുന്നു. തെക്കേ ഏഷ്യയിലെ സമ്പന്നമായ സൈദ്ധാന്തിക സ്രോതസ്സുകളുമായി അതിന് വലിയ ഇടപാടുകളൊന്നുമില്ലായിരുന്നു. പാശ്ചാത്യമെന്നാൽ പടിഞ്ഞാറിലല്ല ഉള്ളത്. അതൊരു സ്ഥലമല്ല, അതൊരു പദ്ധതിയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കാതെ, ഏതെങ്കിലും ഒരു ചിന്തയ്ക്ക് പരമപ്രാധാന്യം കൊടുക്കാതെ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രൂപപ്പെടുന്ന ചിന്തകളെ, അനുഭവങ്ങളെ സ്വരുക്കൂട്ടുകയും അതിൽ നിന്ന് സങ്കല്പനങ്ങൾ രൂപീകരിക്കുകയും പുതിയ അനുഭവത്തെ വിശദീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സാഹിത്യം മാറുന്നത്, നമ്മുടെ സാഹിത്യത്തിൻ്റെ ചരിത്രം മാറുന്നത്. നമ്മുടെ ചിന്തയുടെ തടവിൽ നിന്ന്, നമ്മൾ ചിന്തയുടെ തടവിലാണല്ലോ, ആ ചിന്തയുടെ തടവിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ പറ്റുന്നത്. ഇങ്ങനെ സിദ്ധാന്തത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു വിമോചനം സാധ്യമാകുന്ന ഒരാശയമാണ് ദക്ഷിണാർദ്ധഗോളം, ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ഇന്ന് ധാരാളം ഹിസ്റ്റോറിയൻസ് വർക്ക് ചെയ്യുന്ന ഒരു സങ്കല്പം. ഒരു പക്ഷേ ഒരു ടെസ്റ്റിനെ അനവധി ടെസ്റ്റുകളുമായി ബന്ധപ്പെടുത്തുന്ന ഒരു വ്യവഹാരത്തെ പല വ്യവഹാരങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫീലിങ്ങിനെ പലതരം ഫീലിങ്ങുകളുമായിട്ട് സമാന്തരങ്ങൾ തേടാൻ പറ്റാവുന്ന ഒരു വലിയൊരു മനുഷ്യകത്തിൻ്റെ ലോകമായിട്ട് സിദ്ധാന്തത്തിന് മാറാൻ പറ്റുമെങ്കിൽ അവിടെ സുനിൽ മാഷ് ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി മൈത്രിയുള്ള ഒരു ലോകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നും കൂടിയാണ് ചിന്താചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലേക്ക് ഉള്ള ആലോചനകളിൽ എല്ലാവരും അവരുടെ ഗവേഷണത്തെ മാറ്റുക. നിങ്ങളുടെ സിദ്ധാന്തങ്ങളെയൊക്കെ ഒന്നും കൂടി ക്രിട്ടിക്കലായിട്ട് നോക്കാൻ നിങ്ങൾ തന്നെ തയ്യാറാവുക. ഇത് മതിയാകുമോ, വേറെ എന്തെങ്കിലും സംഗതികൾ ഇതിനേക്കാൾ കൂടുതൽ സംസാരിക്കാൻ ശേഷിയുള്ളതുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുക. റിഫ്ലെക്സീവായിട്ടാണ് അന്വേഷണം നടക്കേണ്ടത്. നമ്മളെ തന്നെ അതിനെ വിട്ടുകൊടുക്കുക. വൈരുദ്ധ്യങ്ങളെ കണ്ട് ഭയപ്പെടേണ്ടതില്ല, വൈരുദ്ധ്യങ്ങളെ അഭിമുഖീകരിക്കുക. നന്ദി.